ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മാംഗോ കറി റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു മാംഗോ കറി റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല പുളിയുള്ള ഒരു പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ എടുക്കുന്ന സമയത്ത് നല്ല പുളിയുള്ള മാങ്ങ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അതിനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇപ്പോഴത്തെ മാങ്ങ നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മാങ്ങ മുഴുവനായിട്ടും എടുത്തിട്ടില്ല, ഒരു മുക്കാൽ ഭാഗമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/4 മുറി തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 4 പച്ചമുളക് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 2 ചെറിയ ഉള്ളി കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കരുത്, ചെറിയ ചെറിയ തരികളോടെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ട ചെറിയ ചെറിയ തരികളോടെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇപ്പോൾ ഇത് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, കരിഞ്ഞു പോകരുതേ. ഇപ്പോൾ ഇതാ നമ്മുടെ ഐറ്റംസ് എല്ലാം ഫ്രൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിയെല്ലാം അത്യാവശ്യം നല്ല പോലെ മുരിഞ്ഞു വരണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി മാംഗോ കറി റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ കണ്ട ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് കിട്ടേണ്ടത്. ഇനി നമുക്കിതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങയെല്ലാം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ജാറ് കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കറി ഞാൻ ഒരുപാട് ലൂസായിട്ടല്ല തയ്യാറാക്കുന്നത്, കുറച്ച് തിക്കായിട്ടാണ്. അങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഈ കറി നല്ല പോലെ ഒന്ന് തിളച്ചിട്ട് അരപ്പൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. ഈ സമയം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കറി നോക്കിയാൽ നല്ല പോലെ തിളച്ചിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 5 ടേബിൾ സ്പൂൺ അത്യാവശ്യം പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഒരു 1-2 മിനിറ്റോടെ മാത്രം അടുപ്പിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഇതാ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ നാവിൽ കൊതിയൂറും രുചിയിലുള്ള മാംഗോ കറി റെഡി. നോക്കി, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. കാണുന്ന പോലെ തന്നെയാണ്, കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ്. ഈ കറി ചട്ടിയിൽ നിന്ന് മാറ്റാതെ ഒരു ദിവസം വയ്ക്കുക, എന്നിട്ട് എടുത്ത് കഴിച്ച് നോക്കൂ. അപ്പോഴാണ് റിയൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇപ്പോൾ മാംഗോ സീസൺ ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം. ചോറിനൊപ്പം കഴിക്കാൻ ഈ ഒരു ടേസ്റ്റി മാംഗോ കറി ഉണ്ടെങ്കിൽ മറ്റു കറികളുടെ ഒന്നും ആവശ്യമേ ഇല്ല. നല്ല നാടൻ രുചിയിലുള്ള മാങ്ങാക്കറി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള മാംഗോ കറി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.